ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി മുന്നോട്ട് എൻ്റെ കൂടെ വീഡിയോസിൻ്റെ അകത്ത് ഒരാളും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പം ഒത്തിരി പേരായി എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നത്. ആരാന്ന് പറയോ, ഒന്ന് പറയോ, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ എന്താ പറയുക, ആകാംക്ഷഭരിതമായിട്ട് ഇരിക്കാനുള്ള ഒരു ക്ഷമയില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇങ്ങനെ നിരന്തരം മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ആളെ എന്ന് കാണിച്ചാലോ എന്നൊരു ഒരു 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 ചെറിയൊരു ഇത് കാണിക്കണ്ടേ എന്നുള്ളത്. ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ആളെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് കരുതിയതാണ്. പക്ഷെ ആ ആളാരാണെന്ന് അറിയാനും ആ ആളെ കാണാനും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക എന്നറിഞ്ഞപ്പം ഒരുപാട് സന്തോഷം. കാരണം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ചില കാര്യങ്ങൾ കൊണ്ടാണ് കുറച്ച് ദിവസവും കൂടി കഴിയട്ടെ എന്നിട്ട് ആളെ പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് കരുതിയത്. അപ്പോൾ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം തൊട്ടിട്ട് എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്നാളെ പറയോ, ഞങ്ങളോട് പറയോ, എന്നോട് പറയോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരാളോടായിട്ട് പറയുന്നില്ല, പറയുമ്പോൾ എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ലൈഫിൽ കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, അത് ഞാൻ ഉറപ്പ് തരാം. എന്താ പറയുക, പുറത്തുനിന്നുള്ള ഒരാളല്ല, നിങ്ങളൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ്. അത് 101% ഉറപ്പുള്ളൊരു കാര്യമാണ്. പലരും എന്നോട് ആളെ ഒന്ന് കാണിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും പലരുടെ പേരും കേട്ടോ ഗസ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ ഇന്നിങ്ങനെ വിചാരിച്ചു, ആളെ ഞാൻ ഇന്ന് കാണിച്ചാലോ. പിന്നെ ആൾ കുറച്ച് ബിസിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കാണിക്കണ്ടേ, ഇങ്ങനെ രണ്ട് മനസ്സായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ആളെ പറയോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എന്നോട് ഫോട്ടോ മേടിച്ച ആൾക്കാരാണെങ്കിലും ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട് നമ്മുടെ വാട്സപ്പിൻ്റെ അകത്തല്ല, ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാറ്റസ് വെച്ചത് കണ്ടിട്ട് നമ്മുടെ തംബ്ലൈന് കയറി കാണുമ്പോഴാണല്ലോ, അത് വായിക്കുമ്പോഴാണല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പലർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക. അപ്പോൾ ആ വീഡിയോ കണ്ടപാടക്ക് തന്നെ എനിക്ക് മെസ്സേജ് അയക്കും, ആരാ, ഞങ്ങളോട് പറയോ എന്ന് ചോദിച്ചിട്ട് ഉള്ള മെസ്സേജുകൾ. അപ്പം ഞാൻ ഒരാളോട് പറഞ്ഞ് ഒരാളോട് പറയാതിരിക്കുക, അത് ആ ഒരു സമയത്ത് നിങ്ങൾ കാണുമ്പോഴാണല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവുക. അപ്പം ഞാനിന്ന് വിചാരിച്ചു ഇന്ന് ഞാനങ്ങ് കാണിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പം കാണിക്കേണ്ട ആൾ വീട്ടിലില്ല, വരട്ടെ, വന്നിട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്താണ് ആളുടെ ഇന്നത്തെ സിറ്റുവേഷൻ, വീഡിയോയിൽ വരാൻ ഓക്കെ ആണോ. ഓക്കെ ആണെങ്കിൽ ഞാൻ ഇന്ന് കാണിക്കും. നമ്മുടെ സ്വയം തീരുമാനമെടുത്തിട്ട് കാര്യമില്ലല്ലോ, ആളോടും കൂടി ഒന്ന് ചോദിക്കണം. ഞാൻ ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിലെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം പോലും ഇതുവരെ ആ ആളെടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആരെയാണോ കൊണ്ടുവരാൻ വിചാരിച്ചത് ആ ആളോട് ഞാൻ ഇതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ വീഡിയോ കാണില്ലേ, അല്ലെ വീഡിയോ എടുക്കുമ്പം കേൾക്കില്ലേ എന്നൊക്കെ. വീഡിയോ എടുത്തപ്പം ആളിവിടെ ഇല്ലായിരുന്നു, പിന്നെ എൻ്റെ വീഡിയോയും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കും. അന്നപ്പം ആളിപ്പം വീട്ടിലില്ല, വന്നിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പം ആൾക്ക് ഓക്കെ ആണെങ്കിൽ ഇന്നൊരു 10 മണിയൊക്കെ ആകുമ്പം ഇനി വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാം.
അതെന്താ 10 മണി എന്ന് പറയുമ്പം പറഞ്ഞത് എന്താ വെച്ചാൽ അറിയാമല്ലോ, നോമ്പും കാര്യങ്ങളൊക്കെയാണ്. നോമ്പ് തുറന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ അത് ആ ആൾക്ക് വഹിക്കേണ്ടതാണ്. മതം വിട്ടത് ഞാനാണ്, മതം ഉപേക്ഷിച്ചത് ഞാനാണ്, തട്ടം ഉപേക്ഷിച്ചത് ഞാനാണ്, എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരല്ല. അപ്പോൾ ആൾക്ക് നോമ്പുള്ളതാണ്. നോമ്പ് തുറന്നിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആളിപ്പം വീട്ടിലില്ല. വീട്ടിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കേട്ടോ. അല്ലാത്ത പക്ഷം എനിക്ക് ഓക്കെ അല്ലാത്ത ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കും ഇത്രയൊക്കെ ഡിമാൻഡുള്ള ആൾ ആരാണെന്ന്. അങ്ങനെ ഒരു ഡിമാൻഡുള്ള ഒരാളുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പല പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവർക്കും ഓക്കെ ആവണം എന്നുമില്ലല്ലോ. നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പം നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് അത് ഓക്കെ ആവണം എന്നുമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തൊട്ടിട്ട് ആളെ പറയോ എന്ന് ചോദിച്ചപ്പം അത്രമേൽ ആൾക്കാരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചിലരൊക്കെ ഗസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന വ്യക്തിയാണോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യോ, പറയാം എന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് പറയോ, ഈ ആളായിരിക്കില്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ ഇന്ന വ്യക്തിയാണെന്നോ ഇന്ന വ്യക്തി അല്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ആളിപ്പോൾ പുറത്താണുള്ളത്. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം. കാരണം കുറേ പ്രശ്നങ്ങളല്ല, കുറേ കാര്യങ്ങൾക്ക് നടുക്കിൽ നിൽക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആൾക്കും എനിക്കും ഒക്കെ പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. ഒന്നാമത് സൈബർ ബുള്ളിങ് എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. അതാണ് ഇങ്ങനെ. അപ്പോൾ കുളിക്കാൻ കുറച്ച് ലേറ്റായി. കുളിക്കാൻ ലേറ്റായത് ഉറങ്ങി എഴുന്നേക്കാൻ ലേറ്റായത് ഉറങ്ങാൻ ലേറ്റായി. അങ്ങനെ നോക്കി വെച്ചാൽ പറയാൻ ഒരുപാടുണ്ടാവും. അപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് കിച്ചണിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങണം. 3:45 വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പോസ്റ്റിന് കൊടുത്തിട്ട് വേണം എനിക്ക് കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്താളാം. ഞാൻ പറ്റുമെങ്കിൽ ഇന്ന് കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ എല്ലാവരോടും ബൈ പറയാണ്. കുറേ പരിപാടി ഉണ്ട്, അതിനുള്ളിൽ കൂടി അന്ന് വന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇരിക്കൂ. ആളെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം ഇന്ന്. വന്നിട്ട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജിസ്ന സലീം. ടാറ്റാ.